ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക് ലെക്ചർ. സോ ഇന്ന് നമ്മൾ DBMS അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഇത് F4ന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ മെയിൻ ആയിട്ട് കാരണം എന്താ വെച്ചാല് നമുക്കിത് അങ്ങോട്ട് ഇപ്പോൾ അസേ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഇതറിയാതെ ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ ഒരു പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കമ്പനീസിൽ ജോയിൻ ചെയ്യാനായിക്കോട്ടെ, എന്തിനും ഒരു DBMS എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ യു ഷുഡ് നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ അതാണ് DBMS എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് DBMS എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോ S4ലാണ് ഇത് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന്റെ കോഡും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് എന്താണ്, PCCST 402 ആണ് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത്. ഫൈൻ. പിന്നെ ഇതിന്റെ ഒരു കോഴ്സ് കോഡ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 4 ആണ് അതിന്റെ ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, 4 ആണ് അതിന്റെ ക്രെഡിറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെന്താണ് അതിൽ ഇന്റേണൽ മാർക്സും അതുപോലെ തന്നെ ഫൈനൽ സെമ്മിന്റെ മാർക്സും കൂടെ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ മാർക്ക് എത്രയാണ് വരുന്നത്? 40 ആണ് ഇന്റേണൽ മാർക്സ് വരുന്നത്. ഫൈനൽ നിങ്ങൾക്ക് എക്സാമിന് എത്രയാണ്? 60 ആണ് വരുന്നത്. അപ്പം എക്സാം അവേഴ്സും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ 2 hours and 30 minutes ആണ് ഇതിന്റെ എക്സാം അവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതൊക്കെയാണ് ഇതിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫൈൻ. പിന്നെന്താണ്, ഓക്കെ, ഇന്റേണൽ മാർക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് അറ്റൻഡൻസ് ആണ്. ഓക്കെ, അറ്റൻഡൻസിന് എത്രയാണ് വേണ്ടത്? 5 മാർക്കാണ് ഏകദേശം അറ്റൻഡൻസിന് പറയുന്നത്. അത് ഫുൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അറ്റൻഡൻസിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ പിന്നെന്താണ് അസൈൻമെന്റ്, ഓഫ്കോഴ്സ് അസൈൻമെന്റും കാര്യങ്ങളും കാണും. അതിനൊക്കെ 15 മാർക്സ് ആണ്. ഈ 15 മാർക്സ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടാന്നുള്ളതേ ഉള്ളൂ. ഇന്റേണൽ കിട്ടാൻ സത്യം പറഞ്ഞാൽ അത്യാവശ്യം എളുപ്പമാണ്. ഓക്കെ, ഇപ്പം അസൈൻമെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എഴുതും, എങ്ങനെയെങ്കിലും ഒക്കെ എഴുതുമല്ലോ എന്തായാലും. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തായാലും 15 മാർക്ക് കിട്ടും, 15 മാർക്ക് കിട്ടും. പിന്നെ അറ്റൻഡൻസ് 5 or 4 മാക്സിമം കുറയ്ക്കാതെ നോക്കുക, മാക്സിമം 5 കിട്ടാൻ നോക്കുക. ഓക്കെ, കാരണം നമുക്ക് വലിയ എഫേർട്ട് ഒന്നും ഇടാതെ കിട്ടുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ അതിന് 5 മാർക്സ് കിട്ടും. പിന്നെയാണ് 2 ഇന്റേണൽ എക്സാമിനേഷൻസ് കാണും. അപ്പം എന്താണ് രണ്ടും എത്ര മാർക്ക് വീതമാണ്? 10 മാർക്ക് വീതമാണ് ഇന്റേണൽ എക്സാംസും കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ടോട്ടൽ എത്രയാണ് ഇന്റേണൽ വരുന്നത്? 40 ആണ് നമ്മുടെ ടോട്ടൽ ഇത് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്റേണൽ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. കാരണം അത് നമ്മുടെ ഒരു ഫൈനൽ എക്സാമിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ഇത് വരും, റിസൾട്ട് വരും, ഭയങ്കര ഇമ്പാക്ട് കൊണ്ടുവരും. ഇപ്പം നമുക്കിപ്പോൾ ഫൈനൽ നല്ല എളുപ്പമായിട്ട് നമ്മുടെ ഇന്റേണൽ നമ്മൾ ചുമ്മാ ഉഴപ്പി നടന്നിട്ട് കുറയുമ്പോൾ ഇറ്റ് വുഡ് ബി റിയലി ബാഡ്, റൈറ്റ്? സോ എന്താണ്, മാക്സിമം ഇന്റേണൽസ് കുറയാതിരിക്കാൻ നോക്കുക. ഫൈൻ. ഓക്കെ, പിന്നെന്താണ് ലാസ്റ്റ് എൻ സെമസ്റ്റർ എന്താണ് ഫൈനൽ എങ്ങനെയാണെന്ന് പറയുമ്പോഴേക്കും 2 പാർട്ടായിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. പാർട്ട് എയും കാണും, അതുപോലെ തന്നെ പാർട്ട് ബിയും കാണും. ഓക്കെ, പാർട്ട് എയിൽ എങ്ങനെയാണ്, മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്? 8 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അവിടെ എന്ന് പറയുമ്പോഴേക്കും ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. ഓരോ മൊഡ്യൂളിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും? 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അതിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്? 3 മാർക്ക് വീതമായിരിക്കും ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ മൊത്തം എത്ര മാർക്കിനായിരിക്കും? 24 മാർക്സ് ആയിരിക്കും പാർട്ട് എ എന്ന് വരുന്നുണ്ടാവുക. അപ്പൊ സെയിം ടു സെയിം അതുപോലെ പാർട്ട് ബി എങ്ങനെയാണ്? പാർട്ട് ബിയും മൊത്തത്തില് 9 മാർക്കിനായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും ഉണ്ടാവുക. അതില് ഓരോ ക്വസ്റ്റ്യൻസും, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. കണ്ടോ, 2 questions will be given from each module. ഓക്കെ, ഈച്ച് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്ത് ആൻസർ ചെയ്യാം. ഓക്കെ, അതിൽ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് വീതമായിരിക്കും? 9 മാർക്ക് ആയിരിക്കും. 9 മാർക്സ് ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക. ഫൈൻ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എന്താണ് മാക്സിമം അപ് ടു 3 സബ് ഡിവിഷൻസ് ആയിട്ടുള്ള അതും ഉണ്ടാവാം. ഓക്കെ, അപ്പം അത് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. കാരണം ഒറ്റയടിക്ക് 9 മാർക്ക് ഇല്ലാതെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ സബ് ഡിവിഷൻസ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു 9 മാർക്സ് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെയാണ് ഇതിനൊരു ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്താ പറയാ രീതി എന്ന് പറയുന്നത്. മൊത്തം 2 പാർട്ട് ഉണ്ടാവും. അപ്പൊ ഫൈനൽ എത്രയാണ്? ടോട്ടൽ 60 മാർക്ക്, 60 മാർക്കാണ് നമുക്ക് അതിന്റെ ഫൈനൽ എക്സാമിലൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെന്താണ്, മൊത്തം നമുക്ക് ഇതിൽ എത്ര മൊഡ്യൂൾസ് ആണ് വരുന്നത്? 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഇപ്പൊ ഡേറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത് ഒരു ഓവർവ്യൂ ആണ് നമ്മുടെ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. കണ്ടോ, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാ ബേസ്, എന്താണ് ഡേറ്റാ ബേസ്, എന്തൊക്കെയാണ് ഡേറ്റാസ്, എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഡേറ്റാ ബേസ് ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അങ്ങനത്തെ ഫുൾ ഒരു ഓവർവ്യൂ, മൊത്തത്തിൽ DBMS ഒരു ഓവർവ്യൂ ആണ് ഇതിൽ വരുന്നുണ്ടാവുക, മൊഡ്യൂൾ 1 വരുന്നുണ്ടാവുക. പിന്നെ എന്താണ് ഈ ഡേറ്റാബേസ് ലാംഗ്വേജസും അങ്ങനെയൊക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 ആയിരിക്കും പഠിക്കാനുണ്ടാവുക. പക്ഷെ അതിന്റെ ഒരു ഓവർവ്യൂ, എല്ലാത്തിന്റെ ഈ 4 മൊഡ്യൂളിന്റെ ഒരു ഫുള്ളി ഓവർവ്യൂ ആയിരിക്കും നമുക്ക് മൊഡ്യൂൾ 1 കിട്ടുന്നുണ്ടാവുക. ഫൈൻ. പിന്നെ നമുക്ക് ഇതിലൂടെ എന്ത് പഠിക്കാൻ പറ്റൂടാ? ER മോഡൽ വരയ്ക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് എങ്ങനെയാണ് ER ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതും, എന്തൊക്കെ ഇപ്പൊ ഇതിൽ തന്നെ നമുക്കൊരു എന്താണ് ഈ എൻറ്റിറ്റി എന്താണെന്നും ആട്രിബ്യൂട്ട്സ് എന്താണെന്നും, അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് കീസ് ഉണ്ട്, പ്രൈമറി കീ, ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ, അങ്ങനെ പല ടൈപ്സ് ഓഫ് കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഓവറോൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ വരുന്ന ഏതിലാണ്? മൊഡ്യൂൾ 1 ആണ്. അപ്പൊ മൊഡ്യൂൾ 1 പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ER ഡയഗ്രാം
വരയ്ക്കാന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇതിൽ തന്നെ ഒരു എന്താ പറയുക, റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ പോലെ ഒരു കമ്പനിയുടെ ഡേറ്റാബേസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതൊക്കെ ഒരു ഫണ്ണായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം അത്രയും ഇത് ചുമ്മാ തിയറി ആയിട്ട് പഠിച്ചു പോകേണ്ട സബ്ജക്റ്റേ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് റിയലി ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഇത് ഇത്രയും വേണം. നമ്മുടെ ഏതൊരു കമ്പനി ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങളുടെ പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, എവിടെയാണേലും DBMS ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് DBMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഇപ്പൊ ഒരു കമ്പനി ഡേറ്റാബേസ് ആയിക്കോട്ടെ, ഇപ്പൊ ബാങ്കിങ് സിസ്റ്റം ആയിക്കോട്ടെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേറ്റാബേസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡേറ്റാബേസിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഏതിൽ പഠിക്കാൻ പറ്റൂടാ, മൊഡ്യൂൾ 1 പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വരുന്നതാണ് മൊഡ്യൂൾ 2. ഫൈൻ. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴേക്കും ഈ നമ്മുടെ SQL കാര്യങ്ങളൊക്കെ കൂടുതൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ. മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഓവർവ്യൂ ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് മൊഡ്യൂൾ 2. SQL കാര്യങ്ങൾ എന്താണ്, പിന്നെ എന്താണ്, എങ്ങനെയാണ് ക്വറീസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടാവുക. അതായത് നമ്മുടെ ഈ SQL നമുക്കിപ്പോ ഒരു ഡേറ്റ നിന്ന് എങ്ങനെ നമുക്ക് അതായത് ഒരു ഡേറ്റാബേസ് ഉണ്ടെന്ന് വെച്ചോളൂ, അതിൽ നിന്ന് പല ഡേറ്റാസും എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 2 അതായത് പല ക്വറീസും ആ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഓരോരോ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്വറീസ് വേണം. ആ ക്വറീസും കാര്യങ്ങളും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയാണ് ക്വറീസ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ നമ്മൾ പഠിക്കുന്നത്, മൊഡ്യൂൾ 2 പഠിക്കുന്നത്. ഓക്കെ, അവിടെ ആയിരിക്കും നമ്മൾ കൂടുതലും എന്താണ് കണ്ടോ SQLന്റെ മെയിൻ കാര്യങ്ങളൊക്കെ അതിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇപ്പം DDL അതായത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ക്വറി, കാരണം അതിന്റെ ഒരു മെയിൻ സ്റ്റെപ്പാണ് ക്വറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കും. അടുത്ത വരുന്നതാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴേക്കും മെയിൻ സംഭവമാണ് നോർമലൈസേഷൻ. 1NF 2NF 3NF എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നോർമലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് പഠിക്കുന്നതാണ്. നമ്മൾ ഈ നോർമലൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോ നമ്മളൊരു ഡേറ്റാബേസ് ഉണ്ടാക്കിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ്, അപ്പൊ അതിന് പല ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനും അതൊക്കെ കംപ്ലീറ്റ്ലി കണ്ടുപിടിക്കാനും ആ ഡ്യൂപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്സ് യൂസ് ചെയ്യും. ആ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ ഏതില്, മൊഡ്യൂൾ 3. അതാണ് കണ്ടോ നോർമലൈസേഷൻ 1NF 2NF 3NF എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതിൽ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസ് പഠിക്കും, പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെന്താണ്, ഇപ്പം അപ്ഡേറ്റും ഡിലീറ്റും, അപ്പം നമ്മൾ ഓരോ കമാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ എന്താണ്, ഓരോ പല ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ കാണുമല്ലോ ട്രാൻസാക്ഷനിലൊക്കെ, അതൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ്. നേരത്തെ ഞാൻ പറഞ്ഞ ആസിഡ് പ്രോപ്പർട്ടി, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്, മൊഡ്യൂൾ 3 നോക്കുന്നത്. ഓക്കെ, the last one is module 4. ലാസ്റ്റ് മൊഡ്യൂൾ അതാണ് മൊഡ്യൂൾ 4 ആണ്. അതെന്ന് പറയുമ്പോൾ നോ SQL. അതായത് നോ SQL എന്ന് പറയുമ്പോൾ എന്താണ്, നോട്ട് ഓൺലി SQL. SQL എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഡേറ്റാസും കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. ആ SQL എന്ന് പറയുന്നത്. നോ SQL എന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി SQL. നോ SQL എന്ന് പറയുമ്പോൾ SQL അല്ല, നല്ല നോട്ട് ഓൺലി SQL. SQL പോരാതെ കുറച്ചുകൂടി ഒരു ഹയർ വേർഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ നോ SQL എന്ന് പറയുന്നത്. അപ്പൊ നോ SQL നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വലിയ ഡേറ്റാബേസിൽ, ഒരു ബിഗ് ഡേറ്റാബേസ്, ഇപ്പൊ എന്താ പറയാ, ആമസോൺ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ടൈപ്പ് ഓഫ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഒരു ബിഗ് ഡേറ്റാസ് ഉള്ള ടൈപ്പ് ഡേറ്റാബേസ് ആണ് അല്ലെ. അപ്പോൾ അവിടേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, നോ SQL ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടി ഒരു ഹയർ വേർഷൻ ആണ് എന്ന് പറയുന്നതാ നോ SQL. അപ്പം ആ ഒരു നോ SQL കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, മൊഡ്യൂൾ 4 പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോൾ അവിടെ ബേസ് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്, ക്യാപ് തിയറം പഠിക്കുന്നുണ്ട്. ബേസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആസിഡ് പ്രോപ്പർട്ടീസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ബേസ് പ്രോപ്പർട്ടീസ്. അതൊക്കെ നമുക്ക് മൊഡ്യൂൾസിലൂടെ പഠിച്ചു വരാം. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് SQLന്റെ പുറമെ നോ SQL കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതാണ് എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ അതായത് അതിന്റെ ഒരു ആർക്കിടെക്ചർ പാറ്റേണും കാര്യങ്ങളൊക്കെ ഫുള്ളി ഡിസ്കസ് ചെയ്യുന്നതാണ് ലാസ്റ്റ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഫൈൻ. പിന്നെ എന്താണ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ? നമ്മൾ ഇത്രയും മെയിൻ ആയിട്ട് ഞാൻ പറയട്ടെ, ഇതൊന്നും അല്ല മെയിൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇത് നിങ്ങൾക്ക് പലയിടത്തും ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത ഒരു ഏരിയ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ ഏരിയയിലും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, പല ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസിലും നമുക്കൊരു DBMS എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു എന്താണ്, ഒരു എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ DBMS യൂസ് ചെയ്ത് നമുക്ക് വളരെ മിനിമൽ ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് ഡേറ്റാസ് എടുക്കാൻ പറ്റും, ഒരുപാട് ഡേറ്റാസ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. വിത്തിൻ ഒരു കൊറിയയിലായിരിക്കും നമുക്ക് ഒരു ബിഗ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ DBMS നമുക്ക് ആപ്ലിക്കബിൾ ആവാത്ത ഏരിയാസ് ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കാരണം അതിലിപ്പോ തന്നെ നമ്മൾ പറയുന്നുണ്ട്,
ഡേറ്റാബേസ് ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ബാങ്കിങ് സിസ്റ്റം, എയർലൈൻ റിസർവേഷൻ ആയിക്കോട്ടെ, പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, പിന്നെ കണ്ടോ ഹോസ്പിറ്റൽ സിസ്റ്റം, പിന്നെ ഇപ്പം 3 സ്കീം ആർക്കിടെക്ചർ ആണെങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ്സോ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിന്റെ വേറെ ചേഞ്ചസ് ഒന്നും വരാതെ തന്നെ ആ ഒരു അപ്ഗ്രേഡ്സും കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ആർക്കിടെക്ചർ, 3 സ്കീം ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ. പിന്നെ DDL, DML, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പല ടൈപ്പ് ഓഫ് HR സിസ്റ്റം, പല ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്, ആപ്പ് ഡെവലപ്മെന്റ്സിനും കാര്യങ്ങളൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ക്ലയന്റ് സെർവർ DBMS എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബാങ്കിങ് ടെർമിനൽസ് അല്ലെങ്കിൽ റീറ്റെയിൽ POS അങ്ങനത്തെ പല എല്ലാ മേഖലയിലും നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യും ഈ ടൈപ്പ് ഓഫ് എല്ലാ എന്താണ് മോഡലിംഗ് ആയിക്കോട്ടെ, പല ടൈപ്പ് ഓഫ് ഗിയർ മോഡലിംഗ്സ് ആയിക്കോട്ടെ, പല കണക്ഷൻസ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ഇതിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഇപ്പൊ ലൈബ്രറി സിസ്റ്റത്തിലായാലും സോഷ്യൽ മീഡിയ, പിന്നെ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞത് E-commerce ആയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോംസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് പിന്നെ ഇപ്പോൾ റിലേഷണൽ മോഡലിലും കൺസ്ട്രെയിൻസ് ആണെങ്കിൽ ബാങ്കിങ് ആയിക്കോട്ടെ, ഇൻവെന്ററി, പിന്നെ എന്താണ് SQL, ഇപ്പം എന്തെങ്കിലും ഫ്രോഡ് ഡിറ്റക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ഇപ്പോൾ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് വരുന്ന ഏകദേശം എല്ലാ കാര്യത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഡേറ്റാബേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടടാ. ഓക്കെ, സോ ഇതാണ് DBMS, അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു 4 മൊഡ്യൂളിലും പഠിക്കാൻ പോകുന്നത്. ഈ ഒരു 4 മൊഡ്യൂളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് DBMS. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വറീസും കാര്യങ്ങളും എഴുതാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് പല കാര്യങ്ങളും റിട്രീവ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റും. അങ്ങനെ ഒരു ലൈക്ക് നമ്മൾ ഈ ഒരു DBMS 4 മൊഡ്യൂളും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ആൾ അബൌട്ട് DBMS. ഓക്കെ, so thank you and have a nice day.